അങ്ങനെ തുളസീതീർത്ഥം എന്ന ആൽബം പിന്നീടാണ് ഉണ്ടാവുന്നത്. ഇത് ഞാൻ ഈ പാട്ടൊക്കെ ദാസേട്ടൻ കേട്ട് കഴിഞ്ഞു. റിസൾട്ട് വന്ന് എന്നോട് പറഞ്ഞു ഇത് ട്രാക്ക് എടുത്ത് വെക്കുക നീ, ഞാൻ സൗകര്യമാരി പാടിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ 82-ൽ ഇതിൻ്റെ ട്രാക്ക് എടുത്ത് വയ്ക്കുക. ചന്ദ്രൻ എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ അവിടെ ട്രാക്ക് പാടിയത് അദ്ദേഹമാണ് പാടിയത്. PR മുരളി ഓർക്കസ്ട്രേഷൻ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചെയ്ത്. കൊച്ചാനിച്ചിങ്ങനെ ദാസേട്ടൻ്റെ ഓർക്കസ്ട്രയിലുള്ള ജെഴ്സൻ, സതീശൻ എല്ലാവരും കൂടി വായിച്ച് വളരെ മനോഹരമായൊരു ദിവസങ്ങളായിരുന്നു. ആ ദിവസം മറക്കാൻ പറ്റില്ല. അങ്ങനെ ഈ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. പക്ഷേ അതവിടെ കിടന്നു വെച്ചാൽ പിന്നീട് ദാസേട്ടൻ്റെ തിരക്കുകൊണ്ട് ആ ട്രാക്ക് ദാസേട്ടന് പാടാൻ സമയം ഉണ്ടായില്ല. അതാണ്ടായത്. പക്ഷെ അതിനിടയ്ക്കെല്ലാം ഞാൻ ഇങ്ങനെ ദാസേട്ടനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എറണാകുളത്ത് വരുമ്പോഴും അവിടെ വരുമ്പോഴും ഇവിടെ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ഈ വർക്കിനെ കുറിച്ച്. അപ്പോൾ പറയാം, പാടാൻ ഞാൻ പാടില്ലെന്നല്ല പറഞ്ഞാൽ, തീർച്ചയായിട്ടും പാടുന്നുണ്ട്, കാരണം സമയം എനിക്ക് അവിടെ ഇവിടെയൊക്കെ തിരക്കുണ്ട്, ശരി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിനിടയ്ക്ക് വേറൊരു വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. വക്കത്തപ്പൻ സുപ്രഭാതം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യാനായിട്ടുള്ളൊരു ഇത് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ, അതായത് ദാസേട്ടൻ അക്കാഡമിയിൽ പഠിക്കുമ്പോൾ ദാസേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ ആരാധിച്ചിരുന്ന KC കല്യാണസുന്ദരം ഭാഗവതർ, അദ്ദേഹം എൻ്റെ സഹോദരിയെ പഠിപ്പിച്ചു. എൻ്റെ സഹോദരിയും മ്യൂസിക് കോളേജിൽ നിന്ന് പാസ്സായവരാണ്. അവർ 69, ദാസേട്ടനെക്കാട്ടിലൊക്കെ ജൂനിയർ അവർ. അതിനുശേഷം അവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഈ ഗുരുനാഥൻ്റെ കീഴിൽ 8 വർഷം അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ എറണാകുളത്ത് എവിടെ ദാസേട്ടൻ വരികയാണെങ്കിലും സാറിൻ്റെ വീട്ടിൽ, തൃപ്പൂണിത്തുറയിൽ സാറ് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ചെറിയ വീടുണ്ട്. ദാസേട്ടൻ അവിടെ പോയി കീർത്തനങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ചരിത്രം എനിക്ക് നന്നായിട്ടറിയാം, ഈ കല്യാണോത്സവം ബാവറിൻ്റെ അവിടെ. അങ്ങനെ ഈ വക്കത്തപ്പൻ സുപ്രഭാതം എന്ന ഈ ആൽബം ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ വന്നിട്ട്, വക്കത്തുനിന്ന് ദാസേട്ടൻ്റെ സഹപാഠിയാണ് ശ്രീ വാസുദേവൻ നമ്പൂരി. ഇന്നിപ്പോൾ ദേവാനന്ദ് എന്ന് പറഞ്ഞ ഒരു പിന്നണി ഗായകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പിതാവ്. ഇവരൊക്കെ ഒന്നിച്ച് ഇവിടെ കോളേജിൽ പഠിച്ചു വരാം, ദാസേട്ടൻ്റെ ഒപ്പം സംഗീത കോളേജിൽ. ഇത് എഴുതിയിരിക്കുന്ന അവിടുത്തെ തന്ത്രിയാണ്, ധരണി ദാമോദരൻ നമ്പൂതിരി എന്ന് പറഞ്ഞു. അതായത് ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ സംസ്കൃതം, അത് കട്ടിച്ചാൽ പൊട്ടാത്ത സംസ്കൃതം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ലാംഗ്വേജ്. അപ്പോൾ ഇത് സംഗീതം ചെയ്യാൻ കാരണം വാസുദേവൻ നമ്പൂരി സാറ് എൻ്റെ ഗുരുനാഥൻ്റെയും കൂടി ശിഷ്യനാണ്. ഞാനീ പറഞ്ഞ കല്യാണോത്സവം ബാവറുടെ അടുത്ത് വാസുദേവൻ സാറും പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് അത് സാറിനെ കൊണ്ട് സംഗീതം ചെയ്യിക്കണം. അപ്പോൾ ദാസേട്ടൻ എഗ്രി ചെയ്തു. തരങ്ങിണിക്ക് വേണ്ടി അങ്ങനെ ഒരു വർക്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ദാസേട്ടൻ ഭയങ്കര ഇഷ്ടമായി, കാരണം ഈ വരികളുടെയൊക്കെ സ്റ്റാൻഡേർഡ് അത്ര മനോഹരമായ സംസ്കൃതത്തിൽ അദ്ദേഹം ആ വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു, എടാ എനിക്ക് ഈ റെക്കോർഡിങ്ങിനെ കുറിച്ചൊന്നും എക്സ്പീരിയൻസ് ഒന്നുമില്ല, നീ ഇങ്ങനെ ഇപ്പോൾ കുറേശ്ശൊക്കെ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് നിനക്കറിയാം, അപ്പോൾ എനിക്ക് നീ വേണം കൂടെ 5 ദിവസം അല്ല. അപ്പോൾ ഗുരുനാഥൻ്റെ വാക്കുകളല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ ഇത് തന്നെയല്ലേ, സാറ് അതിനെക്കുറിച്ച് ഇത് ചെയ്യേണ്ട, ഞാൻ ഒന്നാമത് ദാസൻ്റെ കൂടെ 5 ദിവസം കഴിച്ചു കൂട്ടാവുന്ന ഒരു ഭാഗ്യം, തരങ്ങിണിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം, ഇതെല്ലാം കണക്കിലെടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, 4-5 ദിവസം കൊണ്ടാണ് അത് സ്ട്രെയിറ്റ്, ട്രാക്കൊന്നുമില്ല. സാറിങ്ങനെ പറഞ്ഞു കൊടുക്കും, ദാസേട്ടൻ പാടും, പറഞ്ഞു കൊടുക്കും, പാടും. ഇങ്ങനെ മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറ് മൃദംഗം, കുറച്ച് താളത്തിലുള്ള പോർഷനുണ്ട്. തിരുവിഴ ജയശങ്കറാണ് ആദ്യം നാസ്രം വായിക്കാൻ വന്നത്, പിന്നീട് അത് OK ഗോപി എന്ന് പറഞ്ഞ പുള്ളിയാണത് പിന്നെ വായിച്ചത്. കാര്യം ഈ റെക്കോർഡിംഗ് ടെക്നിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ജയശങ്കർ സാറും ദാസേട്ടനും ഒന്നിച്ച് പഠിച്ചതാണല്ലോ, അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ദാസ ഇത് ഗോപിയെ കൊണ്ട് വായിപ്പിക്കണമല്ല, കാരണം ഈ റെക്കോർഡിംഗ് ടെക്നിക്ക് ഒരു വേറൊരു ഇതാണ്, ഈ ശ്രുതി കുറച്ചൊക്കെ നാസ്രം വായിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് അതിന് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഈ 5 ദിവസം, അപ്പോൾ അതിനിടയ്ക്ക് ദാസേട്ടന് വേറെ എന്തോ എൻഗേജ്മെൻ്റൊക്കെ ഉണ്ടെന്ന് അവിടുത്തെ സതീസത്യ സാറ് വന്നിങ്ങനെ പറയും, ദാസേട്ടൻ നാളെ അതുണ്ട് ഇതുണ്ട്, അല്ലെങ്കിൽ അവിടെ പോകണം ഇവിടെ പോകണം. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഇന്നും ആലോചിക്കുന്നുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്കിത് പാടാതെ ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഇത് പാടാതെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ആ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോവാം. ഒന്ന്, പിന്നെ അവർ ഇതിനു വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ ആ 4 ദിവസം എനിക്ക് അത്ഭുതമായി ആ ഗുരുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതില്ലേ, അതെത്ര പറഞ്ഞാലും മതിയാവില്ല. അതാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ടായി പറയണത്. ആ ഗുരുനാഥൻ്റെ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി അദ്ദേഹം കാണിച്ച ആ ഡെഡിക്കേഷൻ, അത് പഠിക്കാനുള്ള, അല്ലെങ്കിൽ ആ വാക്കുകൾ മനസ്സിലാക്കാനും സംഗീതം മനസ്സിലാക്കി അതിമനോഹരമായിട്ട് ഇന്നും മാർക്കറ്റിൽ കിട്ടും നിങ്ങൾക്ക് വക്കത്തപ്പൻ സുപ്രഭാതം. അതെല്ലാം ഞങ്ങൾ 4 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചു.
അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു, സാറ് എപ്പോഴെങ്കിലും ഒന്ന് ദാസേട്ടനോട് നമ്മുടെ ഒരു പ്രോജക്റ്റ് ഇവിടെ ഇങ്ങനെ, ഇത് 85-ലാണ് ഞാനീ പറഞ്ഞത്. 82-ൽ തുളസീർത്തം ട്രാക്ക് എടുത്ത് വെച്ചു. 85-ലാണ് വൈക്കത്തപ്പൻ സുപ്രഭാതം റെക്കോർഡിങ്. അപ്പം ഞാൻ സാറിനോട് ഇങ്ങനെ പറഞ്ഞു എങ്ങനെയെങ്കിലും, കാരണം നമ്മൾ പറയണതിനെക്കാട്ടിലും ഒരു വാല്യൂ എന്തായാലും ഉണ്ടാവും സാറ് പറയുമ്പോൾ. അതിനെന്താടാ ഞാൻ പറയാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ ഇതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഇങ്ങനെ ദാസേട്ടനോട് സാറിങ്ങനെ പതൊക്കെ പറഞ്ഞു, ദാസേ ഇവൻ്റെ ഒരു പ്രോജക്റ്റ് ഇവിടെ ഇങ്ങനെ ട്രാക്ക് എടുത്തിട്ട് റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ട്. ശരിയാ സാറേ, എനിക്കറിയാം, എന്ത് ചെയ്യാൻ, ഈ തിരക്കുകൊണ്ടാണ് എനിക്ക് പാടാൻ പറ്റാത്ത, വേറൊന്നും കൊണ്ടല്ല എന്നൊക്കെ ദാസേട്ടൻ പറഞ്ഞു. അപ്പോൾ സാറ് ഒന്നും കൂടി വളരെ ഫോഴ്സ് ചെയ്തിട്ട് പറഞ്ഞു, അല്ല ദാസ്, നീ എനിക്ക് അവനെങ്ങനെയെങ്കിലും അത് നീ പാടിക്കൊടുക്കണം അവൻ്റെ ഈ ജീവിതത്തിലെ. കാരണം അത്ര സ്നേഹമായിരുന്നു അദ്ദേഹത്തിനുള്ള ശിഷ്യന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹമില്ലേ, എത്ര പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല. കാണുമ്പോൾ തന്നെ വന്ന് തോളത്തടിച്ച് ചെവിക്ക് പിടിക്കുക, ഒരു കുട്ടികളുടെ മനസ്സ് മാതിരിയായിരുന്നു ആ ഗുരുനാഥൻ്റെ. അത് ദാസേട്ടനറിയാം, നന്നായിട്ട് അറിയാം, വളരെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അങ്ങനെ ദാസേട്ടനോട് നേരിട്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ അത് എത്രയും പെട്ടെന്ന് അവനൊന്ന് പാടിക്കൊടുക്കണം. 82 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതേ 3 കൊല്ലമായില്ലേ. അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കില്ല, എന്നാൽ ഞാൻ ഇന്ന് തുടങ്ങി വയ്ക്കാം സാറേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇതിങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക, ഈ ലിറിക്സും ഇതുമൊക്കെ എപ്പോഴാണ് അവസരം കിട്ടുക എന്ന് വെച്ചിട്ട്. അന്ന് ആദ്യമായിട്ട് രാവിലെ ദാസേട്ടന് ഉച്ചയ്ക്ക് പോകണം, എന്നാലും ശരി സാരമില്ല തുടങ്ങി വയ്ക്കാമെന്നും പറഞ്ഞ് തുളസീതീർത്ഥത്തിലെ നമഹ എന്നുള്ള ആ ഗണപതിയുടെ സ്തുതി അന്ന് പാടി ഞങ്ങളിങ്ങോട്ട് തിരിച്ചു പോന്നു. ദാസേട്ടൻ മദ്രാസിലേക്ക് എവിടേക്കോ പോയി, ഞങ്ങൾ സാറും ഞാനും ഒക്കെ കൂടി തിരിച്ച് പോണത്രയ്ക്ക് ഞങ്ങൾ എറണാകുളത്തേക്ക് വന്നു. ഇത് കഴിഞ്ഞ് ഏകദേശം 1 വർഷമായിട്ട് വീണ്ടും അനക്കമില്ല ഈ വർക്ക്. ഈ പറഞ്ഞ മാതിരി ഇടയ്ക്ക് ഇവിടെ ദാസേട്ടൻ വരുമ്പോൾ പോയി കാണുക, ആവശ്യപ്പെടുക, അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്നൊരു ദിവസം വൈകുന്നേരം തരങ്ങിണിയിൽ നിന്ന് ഒരു ഫോൺ കോള്, നാളെ രാവിലെ ദാസേട്ടൻ ബാക്കി പാട്ടുകൾ പാടാൻ വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അന്ന് വൈകുന്നേരം ഇവിടെ വേണാട് ഒരു വണ്ടി മാത്രമേ ഉള്ളൂ എറണാകുളത്ത്, അത് പിടിച്ച് തിരുവനന്തപുരത്ത് പോയി താമസിച്ച് പിറ്റേ ദിവസം രാവിലെ 10:30 മണിക്ക് ഞാൻ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ദാസേട്ടൻ വന്നിട്ട് പറഞ്ഞ് എവിടെന്നോ കൊണ്ടുവന്നൊരു മൈക്ക്, അവിടെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ദാസേട്ടൻ അത് ഈ പെൻസിലുമാരി ഇങ്ങനെ നീളത്തിനൊരു മൈക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ഈ മൈക്ക് ഞാനിപ്പോൾ ആദ്യമായിട്ട് നിൻ്റെ പാട്ട് പാടാൻ ഉപയോഗിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി, കാരണം പെരേര സാറെന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറുണ്ട്, അദ്ദേഹം വന്നിട്ടുണ്ടെന്ന് കൂടെ ഉണ്ട്. അപ്പോൾ ഈ മൈക്ക് ചെക്ക് ചെയ്യണം അവർക്ക്, അതിനൊക്കെ വേണ്ടി. പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഒരു 10:30-11 മണിയായിട്ടുണ്ടാവും. ആദ്യം തുടങ്ങണത് മൂകാംബികേ ദേവി ജഗദംബികേ, അതാണ് ഈ ദൈവനിശ്ചയം എന്നൊക്കെ പറയണത്. ഭയങ്കര. അപ്പം അന്ന് ഈ 1 വർഷം മുമ്പ് ഒരു ഗണപതിയുടെ സ്തുതി പാടിക്കഴിഞ്ഞിട്ട് പിന്നെ വന്ന് തുടങ്ങണത് ഈ മൂകാംബികയുടെ പാട്ടിലാണ്. ആരും ദാസേട്ടനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. ഈ കഴിഞ്ഞ പിറന്നാൾ പോലും അവിടെ പോയി ആ കാൽക്കൽ വീണ് പ്രണാമിച്ചിട്ടുള്ളതാണ് മൂകാംബിക അമ്മയെ. അതാണ് സരസ്വതി സാക്ഷാൽ. അത് ഒറ്റ സ്ട്രെച്ച്. അപ്പോൾ ഒരു ഉച്ച 1-1:30 മണിയായപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് വിശക്കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ വിശക്കുന്നുണ്ട്, നീ പോയി ഊണ് കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബ്രേക്ക് തന്നു ഊണ് കഴിക്കാൻ. വൈകുന്നേരം 6 മണിക്ക്, അന്ന് 6:45 7 മണിക്കോ ദാസേട്ടന് തിരുവനന്തപുരത്ത് ഫ്ലൈറ്റാണ് മദ്രാസിലേക്ക് എങ്ങാണ്ടോ. അപ്പോൾ സതീഷ് സാർ 5:30 എന്ന് പറഞ്ഞ് ദാസേട്ടൻ 6 മണിക്ക് റെഡിയാവണം. 6 മണിക്ക് ശ്രീ പാർത്ഥസാരഥി എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുക അതിനകത്ത്. ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ദാസേട്ടൻ പാടേണ്ട ഒരു പാട്ട് വീണ്ടും ബാക്കിയാണ്. അപ്പോൾ ബാക്കി 2 ഫീമെയിൽ പാടിക്കാം, ശരി ചിത്രം ആരാച്ചാൽ അന്ന് അവരെ അന്വേഷിച്ചിട്ട് സതീഷിനെ ഏൽപ്പിച്ചു. 6 മണിയായപ്പോൾ ശ്രീ പാർത്ഥസാരഥി പാടി. അപ്പം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ നിന്ന് ദാസേട്ടൻ പോയി. ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ഫോൺ കോള് വീണ്ടും. അടുത്ത ദിവസം വന്ന ആ ഒരു പാട്ടും കൂടി, അമ്പലപ്പുഴയിലൻ മനസ്സോടിക്കളിക്കുന്നു, ആ പാട്ട്. അത് വന്ന ആ സ്റ്റുഡിയോയിൽ ദാസേട്ടൻ പാടിയതേക്കണം. അന്ന് അതിന് അത് കേൾക്കാൻ വന്ന ആരാ അറിയുമോ? കൃഷ്ണൻകുട്ടി സാറാ, മാവേലിക്കര കൃഷ്ണൻകുട്ടി സാറ്. ദാസേട്ടന് അച്ഛന് തുല്യമായിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആ വ്യക്തി. പിന്നെ എനിക്കും അതെ, എൻ്റെ ഫാദറായിട്ടും എനിക്കും അങ്ങനെ ഞാൻ കാണുന്ന ഒരു കലാകാരനായിരുന്നു, ഒരു മഹാൻ. അദ്ദേഹം വന്ന് വെറുതെ ദാസേട്ടൻ വന്നു എന്ന് അറിഞ്ഞപ്പോൾ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ദാസേട്ടൻ അത് പാടിക്കൊണ്ടിരിക്കുക. പാടിയ മോണിറ്റർ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചെന്ന് കുഞ്ഞേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. അമ്പലപ്പുഴ കൃഷ്ണനെ ഇവിടെ എത്തിച്ചു എന്ന് പറഞ്ഞ്. അങ്ങനെ വലിയൊരു ഭാഗ്യം. ഞാൻ പറഞ്ഞു ഇതൊക്കെ മറക്കാൻ പറ്റാത്ത ഭാഗ്യം. ഞാനും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചു. അത് കഴിഞ്ഞ് പാട്ട് അവിടെ ഇരുന്ന് കേട്ടു. അടുത്ത സ്റ്റേജ് ഞങ്ങൾക്ക്
എല്ലാ പാട്ടുമായി. അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ ഫീമെയിൽ 2 പാട്ട് അവർ സൗകര്യം. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഉഷ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പാടിക്കാന്നൊക്കെ പറഞ്ഞൊരു പ്രപ്പോസൽ വന്നു. അവരെ കൊണ്ട് പാടിച്ചു. പക്ഷേ ഈ പറഞ്ഞ മാതിരി എന്തോ അതൊന്നും അല്ല ദൈവനിശ്ചയം എന്ന് പിന്നീട് മനസ്സിലായി. അത് ചിത്ര തന്നെ പാടി ആ 2 പാട്ടും, അഷ്ടമി രോഹിണിയും തിരുവാറന്മുള കൃഷ്ണ എന്നുള്ള 2 പാട്ടും. പിന്നീട് കാരണം ചിത്ര അന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ കയറി വന്ന് കുറച്ച് തിരക്കുള്ള സമയം ആയതുകൊണ്ട് സതീഷ് സാറ് പറഞ്ഞു ചിത്രയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ നമുക്കിങ്ങനെ ഉഷ എന്ന് പറഞ്ഞൊരു കുട്ടിയെ കൊണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നും പറയാനില്ല, അത് അവരുടെ കമ്പനിയുടെ ഇഷ്ടമല്ലേ. പക്ഷേ CD കാസറ്റ് ഇറങ്ങുമ്പോഴാണ് ഞാൻ അറിയണത് ഈ 2 പാട്ട് ചിത്രയെ പാടിയിരിക്കണമെന്ന്. അതും ഒരു സംഭവം തന്നെയാണ്. കാരണം ചിത്രയുടെ അച്ഛന് വളരെ സീരിയസ് ആയിട്ട് സുഖമില്ലായിരുന്നു. സീരിയസ് ആയിട്ട് മദ്രാസിൽ നിന്ന് ചിത്ര ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് തരങ്ങിണിയിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ ചിത്ര പറഞ്ഞു ഞാനിങ്ങനെ അച്ഛൻ്റെ ഒരു അവസ്ഥ ഇത്തിരി ഇതിലാണ്, ആ കണ്ടീഷനിലാണ് വന്നത്. ഇത് ചിത്ര പിന്നീട് എന്നോട് പറഞ്ഞ കഥയത്. അതുകൊണ്ട് അല്ല, അപ്പോൾ ഇത് ഭക്തിഗാനങ്ങളാണെന്ന് എടുത്ത് പറഞ്ഞപ്പോൾ ശരി എന്നാ വന്ന് ഞാൻ പാടാമെന്ന് പറഞ്ഞ് ചിത്ര ആ 2 പാട്ട് സ്റ്റുഡിയോയിൽ പോയി. അതാ കേട്ടാൽ അറിയാം നിങ്ങൾക്ക്. തിരുവാറന്മുള കൃഷ്ണ നിൻ, അതിനകത്താ എന്നെ മറക്കുന്നൻ ദുഃഖം മറക്കുന്നു എന്നുള്ള ആ പോർഷനൊക്കെ ചിത്ര പറഞ്ഞു. ഞാൻ എൻ്റെ ശരിക്കും അച്ഛൻ്റെ വിഷമം മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ പാടിയ പാട്ടാണെന്ന് പിന്നീട് ഒരു അവസരത്തിലാണ് ചിത്ര എന്നോട് പറയുന്നത്. ഞാൻ അറിയണത് കാരണം ഞാൻ ആ സമയത്ത് മദ്രാസിൽ ഡോക്ടർ S. രാമനാഥൻ എന്ന് പറഞ്ഞൊരു ഗുരുനാഥൻ്റെ കീഴിൽ കുറച്ചു കാലം പഠിക്കാൻ പോയ സമയമാണ്. ഞാൻ മദ്രാസിൽ എറണാകുളത്തില്ല ആ സമയത്ത്. പക്ഷേ ട്രാക്ക് ഉണ്ടായിരുന്നു. ഈ ട്രാക്ക് കേട്ടിട്ട് ചിത്ര മനോഹരമായിട്ട് അത് 2 പാടി വെച്ചു. അപ്പം അങ്ങനെ ഈ തുളസീതീർത്ഥം ഞാൻ പറഞ്ഞില്ല ഏറ്റവും ലാസ്റ്റ് അമ്പലപ്പുഴയെ പാടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ പിന്നെ വരേണ്ട ഡിസ്കഷൻ ഇതിൻ്റെ പേരിടലാണ്. ഇതിനെന്ത് പേരിടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പലരും അവിടുത്തെ സ്റ്റാഫിൽ പലരും ദാസേട്ടൻ ഇതിന് തരങ്ങിണി തീർത്ഥം എന്നൊക്കെ ഇടാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദാസേട്ടൻ ഒരു പാട്ട് എഴുതുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പാഡുണ്ട്, അതിലൊരു വൈറ്റ് പേപ്പറും പേന എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. കണ്ണടച്ചിട്ട് വലുതായിട്ട് അങ്ങോട്ട് എഴുതി തുളസി തീർത്ഥം എന്നും പറഞ്ഞു. കാരണം ആ തരങ്ങിണിയുടെ മുമ്പിൽ തുളസി ഉണ്ടല്ലോ, അത് മനസ്സിലാച്ചാൽ തുളസിദാസേട്ടനെ എടുത്ത് ഇടയ്ക്ക് കഴിക്കാറുണ്ട്. ഈ റെക്കോർഡിങ്ങിൻ്റെ ടൈമിൽ അതിൽ നിന്ന് നുള്ളി എടുത്ത് കഴിക്കും. അങ്ങനെ ആ പേരും ദാസേട്ടൻ തന്നെ ഇട്ടാ, തുളസി തീർത്ഥം എന്നുള്ള പേരും. തിരുവാറന്മുള കൃഷ്ണ നിൻ അമ്പലപ്പുഴയിലൻ മനസ്സോടി കളിക്കുന്നു.